അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്നലെ നമ്മൾ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാനുള്ള ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതിലേറ്റവും അവസാനം പറഞ്ഞത് ഐക്യം, സംഘത്തിൽ ചേർന്ന് നിൽക്കുക, വിഘടനവാദികൾ ആവാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വിഘടനവാദികൾ അല്ലാതിരുന്നാൽ നമുക്ക് വിഘടനവാദിയാവാൻ എല്ലാവിധ സാഹചര്യങ്ങളുമുണ്ട്. എന്നിട്ടും നമ്മൾ സംഘത്തോട് ചേർന്ന് നിന്നു. സംഘടനയോട്, പ്രസ്ഥാനത്തോട്, മഹല്ല്, ജമാഅത്ത് സംവിധാനങ്ങളോട്, കുടുംബത്തോട്, എവിടെയുമാവാം നമ്മൾ ചേർന്ന് നിന്നാൽ അത് അള്ളാഹുവിൻ്റെ കാരുണ്യം കരഗതമാകാൻ കാരണമായി തീരുന്ന മറ്റൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ, വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ഹൂദിൽ പറയുന്നത് കാണാം. അല്ലാഹു വലൗ ശാഅ റബ്ബുക ലജഅലന്നാസ ഉമ്മത്തൻ വാഹിദ വലാ യസാലൂന മുഖ്തലിഫീന ഇല്ലാ മൻ റഹിമ റബ്ബുക. ഖുർആനിൽ അല്ലാഹു പറയുന്നു, വലൗ ശാഅ റബ്ബുക, അങ്ങയുടെ റബ്ബെങ്ങാനും ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലജഅലന്നാസ ഉമ്മത്തൻ വാഹിദ, ജനങ്ങളെ മുഴുവനും ഒരൊറ്റ സമുദായമാക്കിയേനെ. പക്ഷേ വലാ യസാലൂന മുഖ്തലിഫീൻ, ആളുകളെപ്പോഴും വിഘടിച്ച് ആയിക്കൊണ്ടേയിരിക്കും. ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിസ്സാര വിഷയങ്ങളിൽ പോലും നിത്യജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ദൗർഭാഗ്യകരമായ ചില നിമിഷങ്ങളാണത്. ഏതിലും എന്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടാക്കുന്നവർ. അതിനായൊരു ടീം വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടെ കുടുംബത്തിലും സമൂഹത്തിലും പ്രസ്ഥാനത്തിലും രാഷ്ട്രീയത്തിലും സംഘടനയിലും രാജ്യത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളിലുമൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഒരു ഇഖ്തിലാഫ് തുടർന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അതിൽ നിന്ന് ഇല്ലാ മൻ റഹിമ റബ്ബുക്, റബ്ബിൻ്റെ റഹ്മത്ത് കിട്ടിയവരൊഴികെ, റബ്ബിൻ്റെ കാരുണ്യം കിട്ടിയവരൊഴികെ അവരൊരിക്കലും ആ ഒരു അനൈക്യത്തിന് ശ്രമിക്കില്ല. അപ്പോൾ വിഘടിച്ച് നിൽക്കാതെ സംഘത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ നമ്മൾ മനസ്സിലാക്കണം, അവർ മോശക്കാരാണെന്നും മനസ്സിലാക്കരുത്, വോയിസ് ഇല്ലാത്തവരാണെന്നും മനസ്സിലാക്കരുത്. അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ബലമില്ലാത്തവരാണെന്നും ശക്തിയില്ലാത്തവരാണെന്നും നമ്മളാരും തെറ്റിദ്ധരിക്കരുത്. പിന്നെയോ അവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയതുകൊണ്ടാണ്, അവൻ്റെ കാരുണ്യം കിട്ടിയതുകൊണ്ടാണ്. കാരുണ്യം കിട്ടിയവർക്കൊരിക്കലും ഒരു ഭരണപക്ഷത്തിനു പകരം ഭരണപക്ഷത്തിനെതിരിൽ ഒരു പ്രതിപക്ഷത്തെ സൃഷ്ടിക്കാൻ കഴിയുകയില്ല. നാം ബഹളമുണ്ടാക്കുന്നത് നമ്മുടെ ഒരു മേൽക്കോയ്മയായി നമ്മളതിന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. അള്ളാഹു പറഞ്ഞു, അനൈക്യമുണ്ടാക്കാതെ സംഘത്തോടൊപ്പം സംഘടിതമായി നിൽക്കുക എന്നുള്ളത് അവൻ്റെ കാരുണ്യം കരഗതമാവാൻ ഏറ്റവും നല്ല മാർഗമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നതായി കാണാൻ കഴിയുന്നതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് നമുക്കിങ്ങനെ വായിക്കാം. അൽ ജമാഅ റഹ്മ വൽ ഫിർഖത്തു അദാബ്. അൽ ജമാഅ റഹ്മ, സംഘമായി നിൽക്കുക എന്നുള്ളത്, സംഘത്തോടൊപ്പം ചേർന്ന് നിൽക്കുക, ഐക്യത്തോടെ നിൽക്കുക എന്നുള്ളത് റഹ്മത്തുൻ, അത് കാരുണ്യമാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അതേസമയത്ത് വൽ ഫിർഖത്തു അദാബ്, അതിൽ വിഘടനവാദികളായി ഗ്രൂപ്പുകളുണ്ടാക്കി പുറത്തു പോരുക എന്നുള്ളതോ അദാബുൻ, അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷയുമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായവരാണ് യഥാർത്ഥത്തിൽ വിഘടനവാദികൾ. ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു സംഭവം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാലോ അവിടെ നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിശുദ്ധ ഖുർആനും പഠിപ്പിച്ചു. എല്ലാവരും സംഘടിച്ച് നിൽക്കുന്ന ഒരു നന്മയോടൊപ്പം നാമും സംഘടിക്കാനുള്ള ഒരു നല്ല മനസ്സുണ്ടായിത്തീരുക.
വേറെ ഒന്നാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദിവ്യബോധനവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നതിനെക്കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. നബി തങ്ങൾ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അരികിൽ വന്നിട്ട് അയൽവാസികൾക്കുള്ള ഗുണത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടപ്പോൾ ഞാൻ അവിടെ ധരിച്ചുപോയി. എന്ത്? എൻ്റെ അനന്തര സ്വത്തിൽ നിന്ന് അയൽവാസികൾക്ക് കൂടെ കൊടുക്കേണ്ടി വരുമോ എന്ന്, നമ്മുടെ അനന്തരവന്മാരായി അവർ മാറുമോ എന്ന്. എന്താണ് ഈ സംഭവം നമ്മെ സൂചിപ്പിക്കുന്നത്? അയൽവാസികളോട് മിണ്ടിയാലും സ്വന്തം കുടുംബത്തോട് മിണ്ടാത്ത ഒരുപാട് ബന്ധങ്ങൾ ഛിദ്രമായി കിടക്കുന്ന സാഹചര്യങ്ങൾ ലോകത്തുടലെടുക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നോട്ടു പോകുന്നവർ പലപ്പോഴും തൻ്റെ കുടുംബ ബന്ധങ്ങളിലെ വിള്ളിച്ചകളെക്കുറിച്ച് ആലോചിക്കുന്നില്ല. ജ്യേഷ്ഠനും അനിയനും വേർപിരിഞ്ഞിട്ടും മിണ്ടിയിട്ടും കാലങ്ങൾ കുറേയായി. വീടുകളിലെ സന്ദർശനം ഒഴിവാക്കിയിട്ട് ഒരുപാട് ദിവസങ്ങളായി, മാസങ്ങളായി. ഇതൊന്നും ചെയ്യാതെ നാട്ടിലെ ഏതെങ്കിലും ചാരിറ്റി ട്രസ്റ്റിൽ അതിൻ്റെ ചെയർമാനായോ അതിൻ്റെ GM ആയോ ചാർജ് എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് നന്മ മരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അവർ ചെയ്യുന്നത് നന്മയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നൊരു ഹദീസിൽ കാണാം, നീ ആദ്യം നോക്കേണ്ടത് നിൻ്റെ കുടുംബത്തിലെ പാവപ്പെട്ടവനെയാണ്, പട്ടിണി പാവങ്ങളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു ഹദീസിൽ കാണാം, അനർ റഹ്മാൻ, ഖുദ്സിയായ ഒരു ഹദീസ. അള്ളാഹു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം. അള്ളാഹു പറഞ്ഞു, അനർ റഹ്മാൻ, ഞാനാണ് റഹ്മാൻ, ഞാനാണ് കാരുണ്യവാൻ, കരുണ ചെയ്യുന്നവൻ ഞാനാണ്. എന്നിട്ട് പറഞ്ഞു, ഖലഖത്തുർ റഹിമ, കുടുംബ ബന്ധത്തെ പടച്ചത് ഞാനാണ്. റഹ്മ് എന്നാണ് അറബിയിൽ കുടുംബ ബന്ധത്തിന് പറയുന്ന പേര്. റഹിം എന്ന് നമ്മൾ നമ്മുടെ ശരീരത്തിലെ, സ്ത്രീകളുടെ ശരീരത്തിലെ ഒരു അവയവത്തിന് കൂടെ പേരുണ്ട്. എന്താ റഹിം എന്നാൽ? ഗർഭാശയം. നമ്മുടെ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ ഉമ്മയുടെ വയറ്റിൽ നാം കിടന്നുറങ്ങുന്ന ഗർഭാശയം, അതെത്രമാത്രം പരിശുദ്ധമാണോ, ഒരു കുഞ്ഞിനെത്രമാത്രം സുരക്ഷിതമാണോ ആ ഇടം, അത്രമാത്രം സുരക്ഷിതമാണ് കുഞ്ഞിന്, ഒരു കുടുംബത്തിന് തൻ്റെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാവേണ്ടത്. റഹിം എന്നാണ് രണ്ടിനും അള്ളാഹു അറബിയിൽ പറയുക. അള്ളാഹു പറയുന്നു, അനർ റഹ്മാൻ, ഞാനാണ് റഹ്മാൻ, ഞാനാണ് കാരുണ്യവാൻ. ഖലഖത്തുർ റഹിമ, കുടുംബ ബന്ധത്തെ പടച്ചത് ഞാനാണ്. എന്നിട്ട് പറഞ്ഞു, വശഖഖ്തു ലഹാ മിൻ ഇസ്മി, കുടുംബ ബന്ധത്തിന് ഞാനിട്ട പേര് എൻ്റെ പേരിൻ്റെ തന്നെ ഒരു ഭാഗത്തെയാണ്. എൻ്റെ പേരാകുന്ന റഹ്മാൻ, അതിൻ്റെ ഒരു പദഭേദമാണ് റഹീം. ആ എൻ്റെ പേരിൻ്റെ തന്നെ പദഭേദമായ ഒരു പദത്തെയാണ്, ഒരു നാമകരണമാണ് ഞാൻ കുടുംബ ബന്ധത്തിന് അറബിയിൽ ഞാൻ പേരിട്ടിരിക്കുന്നത്. റഹിം, റഹ്മാൻ എന്നതിൻ്റെ വേറെ ഒരു രൂപമാണ്. എന്നിട്ട് പറഞ്ഞു, ഫമൻ യസിലുഹ അസിലുഹു വമൻ ഖതഅഹ അഖ്തഉഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു പറയുന്നതായി പറയുന്നു, ഫമൻ യസിലുഹ അസിലുഹു. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ആ കുടുംബ ബന്ധത്തെ ചേർക്കുന്നുവോ അവനെ ഞാനും അണച്ചു പിടിക്കും, ഞാനും അവനെ ചേർക്കും. അതേസമയത്ത് വമൻ ഖതഅഹ യഖ്തഉഹു, കുടുംബബന്ധം ആര് വിച്ഛേദിക്കുന്നുവോ അവന് ഞാനും മുറിച്ച് കളയും. എന്ന് വെച്ചാൽ കുടുംബത്തോട് ഐക്യത്തോടെ മുന്നോട്ട് പോയാൽ എൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം അവനിലുണ്ടാവും. കുടുംബ ബന്ധങ്ങളിൽ ഛിദ്രതയുണ്ടാക്കിയാലോ എൻ്റെ കാരുണ്യം ഞാനവന് നൽകുകയുമില്ല എന്നതാണ് ഈ വിശുദ്ധമായ ഹദീസിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ 10 നാളിൽ നമ്മൾ ഓരോരുത്തരും അല്ലാഹുമ്മ റഹംനീ യാ അർഹമർ റഹീമീൻ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഏതെങ്കിലും അത് കിട്ടാതിരിക്കാനുള്ള കാരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റിയെടുക്കണം. കുടുംബ ബന്ധങ്ങളോട് തെറ്റി നിൽക്കുന്നവർ നിർബന്ധമായും മിണ്ടണം. മറ്റുള്ളവരോട് ഗുണം ചെയ്യാത്തവർ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അതെടുക്കണം. ക്ഷമ അതില്ലാത്തവർ ക്ഷമിക്കാൻ പഠിക്കണം. ഇങ്ങനെയുള്ളൊരു മുഅ്മിൻ അവൻ നിസ്കാരശേഷമോ അല്ലാതെയോ
ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ എന്ന് ദുആ ചെയ്യുമ്പോൾ അവൻ അല്ലാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കും. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് കിട്ടേണ്ടത് അല്ലാഹു നമുക്ക് തരികയുള്ളൂ. അത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ്. മറ്റൊന്നാണ് ജീവജാലങ്ങളോട് കാരുണ്യത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ പ്രവർത്തിക്കുക എന്നുള്ളത്. ജീവജാലങ്ങളോട് മഹാനായ ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി ആട് മേയ്ക്കാൻ പോയ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞതാണ് അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ എന്നത്. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. നേരത്തെ നമ്മൾ അത് സൂചിപ്പിച്ചതാണ്. ഇനി ബഹുമാനപ്പെട്ട എല്ലാവരോടും നാം കരുണയോടുകൂടെ വർത്തിക്കണം. അള്ളാഹുവിൻ്റെ കാരുണ്യം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുകയില്ല എന്ന് ഹദീസുകളിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നതാണ്. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബേ, എന്നെ നീ സ്വഫിയായി തിരഞ്ഞെടുത്തു, എന്നെ നീ സ്വഫിയി എന്നൊരു സ്ഥാനപ്പേര് നൽകി, എന്നെ നീ ആദരിച്ചു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖലീലാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആളാണ് ഖലീൽ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനൊരു സ്ഥാനപ്പേര് കൂടെയുണ്ട്, കലീം. തൂരിസീന പർവ്വതത്തിൽ വെച്ച് അള്ളാഹുവിനോട് സംസാരിച്ച പ്രവാചകൻ. വേറെ ഒന്നുകൂടെയുണ്ട്, സഫിയ്യ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സുഹൃത്ത്, പിന്നെ പ്രത്യേകം തെരഞ്ഞെടുത്ത സെലക്റ്റഡായ ആൾ, അതാണ് സഫിയ്യിനർത്ഥം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, നബിയെ, അള്ളാഹുവേ, എന്തുകൊണ്ടാണ് എന്നെ നീ നിൻ്റെ സഫിയായി തിരഞ്ഞെടുത്തത് എന്ന്. ആ സമയത്ത് അള്ളാഹു പറഞ്ഞതെന്താ? അള്ളാഹു പറഞ്ഞു, നീ ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി ആടുമേക്കാൻ പോയൊരു സന്ദർഭമുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ ആ ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടി പിറകിലായിപ്പോയി. ആട്ടിൻകൂട്ടിലേക്ക് എല്ലാവരും കൂടണഞ്ഞപ്പോൾ ആ കുട്ടിയെ കാണാതെ വന്നു. നീ ആ ആട്ടിൻകുട്ടിയെ കണ്ടെത്തുന്നത് വരെ നീ തിരഞ്ഞു പിടിച്ചു. അവസാനം ചേർത്ത് പിടിച്ച് ആട്ടിൻകുട്ടിയോട് നീ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? നീ എടങ്ങേറായില്ലേ? മനുഷ്യക്കുഞ്ഞല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുട്ടിയല്ല, ഒരാട്ടിൻകുട്ടിയോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരൊറ്റ ചോദ്യം, നീ എടങ്ങേറായില്ലേ? അതൊരു കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചോദ്യമായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് മൂസ, നിന്നെ ഞാൻ സഫിയായി തിരഞ്ഞെടുത്തത്, എൻ്റെ സെലക്റ്റഡായ ആളുകളിൽ ആ ലിസ്റ്റിൽ നിന്നെ ഉൾപ്പെടുത്താനുള്ള കാരണം എന്ന് അല്ലാഹു പറയുന്നതായി കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫബിറഹ്മതിക അലാ ഖൽഖി ഇസ്തഫൈതുക. എൻ്റെ ഒരു സൃഷ്ടിയോട്, ഒരു ജീവജാലത്തോട്, ഒരാട്ടിൻകുട്ടിയോട് നീ അന്നു കാണിച്ചൊരു കാരുണ്യമില്ലേ, ആ ഒരു കാരുണ്യമാണ് നിന്നെ ഞാൻ സഫിയാക്കി തിരഞ്ഞെടുക്കാനുള്ള കാരണം. കണ്ടോ, മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത ജീവജാലങ്ങളോട് ചെയ്ത ഒരു കാരുണ്യ പ്രവർത്തനം ഇത്രയും വലിയ ഒരു സ്ഥാനത്തേക്ക് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എത്തിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വശാത്തു ഇൻ റഹിംതഹ റഹിമക്കല്ലാ. വശാത്തു, ഒരാട്, ഒരു ഉദാഹരണം പറയാം, ഒരാട്, ആ ഒരാട് ഇൻ റഹിംതഹ, ഒരാടിനോട് നീ കാരുണ്യം ചെയ്താൽ, നീ സ്നേഹം കാണിച്ചാൽ, റഹിമക്കല്ലാ, അതിൻ്റെ കാരണം കൊണ്ട് അള്ളാഹു നിന്നോടും സ്നേഹം കാണിക്കും. അതുകൊണ്ടൊരാട് മതി നമുക്ക് രക്ഷപ്പെടാൻ. ഇങ്ങനെ എല്ലാ മേഖലകളിലും നാം രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെയാണ് അന്വേഷിച്ചിരിക്കേണ്ടത്. കാരണം നമ്മുടെ അമലുകൾ അതിനുതകുന്നതല്ല. നമ്മുടെ അമലുകൾ രക്ഷപ്പെടാൻ ഉതകുന്ന ഒന്നല്ല എന്ന് നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായി പല ആവർത്തി ഓർമ്മപ്പെടുത്തുകയുണ്ടായി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിലെ ഒന്നാമത് ഖലീഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ സിദ്ദീഖ് എന്ന നാമകരണം കൊടുത്തതാ. പല കാരണവുമുണ്ടതിന്.
സത്യസന്ധൻ, വിശ്വസ്തൻ എന്നൊക്കെയാണ് ആ വാക്കിനർത്ഥം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാനിൻ്റെ വിഷയത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനും ലോകത്തെ മറ്റുള്ള മുഴുവൻ ആളുകളുടെ ഈമാനും ത്രാസിൻ്റെ 2 തട്ടിൽ വെച്ചാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനാണ് ഏറ്റവും കൂടുതൽ കനം കൂടുക എന്ന് പഠിപ്പിച്ച മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രതിസന്ധികളിൽ എപ്പോഴും നബിയുടെ കൂടെ ഉണ്ടായിരുന്ന മഹാനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇശാ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഇശാ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിസ്കാരശേഷവും നിസ്കാരത്തിലും അതിനുശേഷവും തേങ്ങി ഇങ്ങനെ കരയുന്നു. കരച്ചിൽ മെല്ലെ മറനീങ്ങി പുറത്തേക്ക് വരികയുണ്ടായി. നിസ്കാരം കഴിഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സഹാബികൾ ചോദിച്ചു, എന്തേ അങ്ങിങ്ങനെ കരയുന്നത്, പൊട്ടിക്കരയുന്നത്? ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ആയത്ത് പാരായണം ചെയ്യുകയുണ്ടായി. ഏതാണ് ആയത്ത്? പിന്നെ ഇന്നല്ലാഹ് സൂറത്ത് തൗബയിലെ 111-ാമത്തെ ആയത്താ. ഇന്നല്ലാഹഷ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഇന്നല്ലാഹഷ്തറ, തീർച്ചയായിട്ടും അല്ലാഹു തആല വിലക്ക് വാങ്ങിയിരിക്കുന്നു, മിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളിൽ നിന്ന്. എന്തിനെ? അൻഫുസഹും വ അംവാലഹും, അവരുടെ ശരീരങ്ങളെയും അവരെ തന്നെയും അതേപോലെ തന്നെ വ അംവാലഹും, അവരുടെ സമ്പത്തിനെയും അള്ളാഹു വിലക്ക് വാങ്ങിയിട്ടുണ്ട്. എന്താണ് അവൻ കൊടുക്കുന്ന വില? ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗം ആണ് അവർ കൊടുക്കുന്ന വില. അവർ കൊടുക്കുന്ന വില സ്വർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ആയത്ത് ഞാൻ പാരായണം ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് ഒരൊറ്റ സംഭവമാണ്. നമ്മുടെ ഉമ്മത്തിലെ സമൂഹത്തിലെ ഓരോ കച്ചവടക്കാരനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു മനസ്സുള്ളവരായി തീരണം. എന്താ പറഞ്ഞത്? നാം ഭൗതിക ലോകത്ത് ഏതെങ്കിലും ഒരു വസ്തു കച്ചവടം ചെയ്യുമ്പോൾ, മറ്റൊരാൾക്ക് വിൽപ്പന നടത്തുമ്പോൾ, നമ്മിൽ നിന്ന് അയാളെടുക്കുന്ന ആ ചരക്ക് അതെത്ര വട്ടം തിരിച്ചും മറിച്ചും നോക്കിയിട്ടാണ് അയാൾ നമ്മിൽ നിന്ന് സ്വീകരിക്കുന്നത്. കംപ്ലൈൻറ്റ് വല്ലതുമുണ്ടെങ്കിൽ അപ്പടിയോ പിന്നീടോ നമ്മിലേക്ക് തന്നെ തിരികെ ഏൽപ്പിക്കുന്നു. ഇവിടെ അള്ളാഹു പറഞ്ഞതെന്താ? സ്വർഗം തന്ന് നമ്മുടെ അമലുകളെ അവൻ വാങ്ങുകയാണ്, നമ്മുടെ മുതലുകളെ, സമ്പത്തിനെ അവൻ വാങ്ങുകയാണ്. നമ്മുടെ ശരീരത്തെ തന്നെ, നാം ചെയ്യുന്ന ഇബാദത്തുകളെ ആണ് അവൻ വിലയായി സ്വീകരിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ചിന്തിച്ചത്, നമ്മൾ ഭൗതിക ലോകത്ത് നിന്നൊരു വസ്തു വാങ്ങലും വിൽക്കലും നടക്കുമ്പോൾ അതിലുള്ള ന്യൂനതകൾ കാണുമ്പോൾ കച്ചവടം നടക്കാതിരിക്കുന്നുവെങ്കിൽ അള്ളാഹു നമുക്ക് സ്വർഗം തരാനിരിക്കുന്നത് നാം ചെയ്യുന്ന ചെറിയ ചെറിയ അമലുകളാണ്. ആ അമലുകളെ സസൂക്ഷ്മം അള്ളാഹു വീക്ഷിച്ചാൽ ആ അമലുകളൊക്കെ തള്ളിപ്പോവില്ലേ? ഭൗതിക ലോകത്ത് നമുക്ക് നമ്മുടെ സാധാരണയുള്ള നിത്യോപയോഗ സാധനങ്ങൾ, അവശ്യ സാധനങ്ങൾ നമുക്ക് ന്യൂനതകൾ കാരണം വിൽക്കാൻ കഴിയാതിരിക്കുന്നുവെങ്കിൽ നമ്മുടെ അമലുകൾ എങ്ങനെ പകരമായി കൊടുത്ത് നമുക്ക് സ്വർഗം വാങ്ങാൻ കഴിയും? ഇതാലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ചോദ്യത്തിനുത്തരത്തിലായി പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് കച്ചവടത്തിൽ നമ്മളൊക്കെ മറ്റുള്ളവരോട് സൗഹാർദ്ദപരമായി വിശാല മനസ്കത കാണിക്കണം. കടുംപിടുത്തം പാടില്ല. MRPയേക്കാളും അതിനേക്കാളും എത്രയോ മുകളിൽ, അല്ലെങ്കിൽ ഓരോ സ്ഥാപനവും ആ സാധനം ഏതൊരു കമ്പനിയാണോ പ്രൊഡക്ഷൻ ചെയ്തത് അവർ വെക്കുന്ന വിലയേക്കാൾ തങ്ങളുടെ സ്ഥാപനത്തിൻ്റെ സ്വന്തം സ്റ്റിക്കറിൽ MRP അടിച്ച് വിൽക്കുന്ന ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങളുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരു ഹദീസ് ഓർമ്മിക്കുന്നത് വളരെ നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ, അല്ലാഹു തആല ഒരാളോട് കാരുണ്യം ചെയ്യുന്നതാണ്, സ്നേഹം കാണിക്കുന്നതാണ്. എങ്ങനെയുള്ള ആളാ? സംഹൻ ഇദാ ബഅ വ ഇദസ്തറ വ ഇദഖതല. സംഹൻ, അയാൾ ഔദാര്യ മനസ്സുള്ളവനാ. എപ്പോൾ? ഇദാ ബഅ, അവൻ വിൽക്കുകയാണെങ്കിലും, വ ഇദസ്തറ, മറ്റൊരാളിൽ നിന്നൊരു വസ്തു വാങ്ങിക്കുകയാണെങ്കിലും, വ ഇദഖതല, എന്തെങ്കിലും കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നുവെങ്കിലും അവിടെയൊക്കെ അവൻ ഔദാര്യ മനസ്കതയുള്ളവനാ.
ഇങ്ങനെയുള്ള ഒരാൾ വിജയിച്ചിരിക്കുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ തേങ്ങലും കരച്ചിലുമൊക്കെ നമുക്ക് നൽകേണ്ട പാഠവും ഇതാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ കാരണമായി തീരുന്ന മറ്റൊന്നാണ് ആ രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത്. വിശുദ്ധ റമദാനിൽ ഒരുപാട് അമലുകൾക്ക്, സുന്നത്തായ അമലുകൾക്ക് ഇരട്ടി പ്രതിഫലം നൽകുന്ന വിശുദ്ധമായ ദിനങ്ങളിൽ നാം ചെയ്യേണ്ട റഹ്മത്ത് കിട്ടാൻ കാരണമാകുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹസൻ അലി റളിയല്ലാഹുവിൻ്റെ മകനായ നബി തങ്ങളുടെ പേരമകനായ ഹസൻ റളിയല്ലാഹുവിന് രോഗം ബാധിച്ച് കിടക്കുമ്പോൾ, രോഗശയ്യയിൽ കിടക്കുമ്പോൾ സന്ദർശിക്കാനായി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുകയുണ്ടായി. മഹാനായ അബൂ സലമ റളിയല്ലാഹുവിനെ കണ്ട അലി റളിയല്ലാഹുവിന് ചോദിച്ചു, എന്തിനാണ് നീ വന്നത്? മഹാനായ അബൂ സലമ റളിയല്ലാഹുവിന് പറഞ്ഞു, രോഗശയ്യയിൽ കിടക്കുന്ന നിൻ്റെ മോനെ, അവിടുത്തെ മോനെ ഹസൻ റളിയല്ലാഹുവിനെ സന്ദർശിക്കാനാണ് വന്നത്. മഹാനായ അലി റളിയല്ലാഹുവിന് ചോദിച്ചു, എന്നെ സമാശ്വസിപ്പിക്കാനാണോ അതല്ല എൻ്റെ മോനായ ഹസനിനെ സന്ദർശിക്കാനാണോ വന്നത് എന്ന്. മഹാനായ അബൂ സലമ റളിയല്ലാഹുവിന് പറഞ്ഞു, അല്ല, രോഗിയെ സന്ദർശിക്കാനാണ്. ആ സമയത്ത് നബി അലി റളിയല്ലാഹുവിന് പറഞ്ഞു, ഇദാ ആദർ റജുലു അഖാഹുൽ മുസ്ലിം, ഇദാ ആദർ റജുലു അഖാഹുൽ മുസ്ലിം, ഒരാൾ തൻ്റെ സഹോദരനെ, രോഗശയ്യയിൽ കിടക്കുന്ന സഹോദരനെ സന്ദർശിച്ചാൽ മഷാഫി ഖറാഫത്തിൽ ജന്ന, അവൻ ആ സന്ദർശനത്തിന് വേണ്ടി പോകുന്നത് തന്നെ സ്വർഗീയ ഭൂമികയിലൂടെയാണ്, സ്വർഗത്തിലൂടെയാണ്. ഹത്താ യജ്ലിസ, അവൻ്റെ വീട്ടിൽ നിന്നോ എവിടെ നിന്നാണെങ്കിലും അവൻ പോകുന്നത് സ്വർഗത്തിലൂടെയാണ്, അവൻ ഇരിക്കുന്നത് വരെ, അവിടെ എത്തിയ രോഗിയുടെ അടുത്തിരിക്കുന്നത് വരെ. ഫൈദാ ജലസ, രോഗിയുടെ അടുത്ത് ഇരുന്നാലോ വമറത്തുഹുർ റഹ്മ, അള്ളാഹുവിൻ്റെ കാരുണ്യം അവന് വർഷിച്ചുകൊണ്ടേയിരിക്കും. ഫൈങ്കാന ഉദുവത്തൻ, എന്നിട്ട് അലി റളിയല്ലാഹുവിന് പറഞ്ഞു, നീ രോഗസന്ദർശനം നടത്തിയത് പ്രഭാതത്തിലാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി സബ്ഉന അൽഫി മലക്കിൻ ഹത്താ യുംസിയ, രാവിലെ രോഗസന്ദർശനം നടത്തിയ നീ 70 വേണ്ടി 70,000 മലക്കുകൾ പ്രദോഷം വരെ സന്ധ്യ വരെ ആ ദിവസം നീ നടത്തിയ രോഗസന്ദർശനത്തിന് പ്രതിഫലമായി നിനക്ക് ഗുണത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. വൈങ്കാനമസാൻ, അല്ല വൈകുന്നേരമാണ് നീ സന്ദർശനം നടത്തുന്നതെങ്കിലോ സല്ല അലൈഹി സബ്ഉന അൽഫി മലക്കിൻ ഹത്താ യുസ്ബിഹ, പ്രഭാതം വരെ 70,000 മലക്കുകൾ നിനക്ക് വേണ്ടി നിൻ്റെ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. കുടുംബ ബന്ധങ്ങളിൽ രോഗശയ്യയിൽ കിടക്കുന്ന ആളുകളെ കാലങ്ങളായി സന്ദർശിക്കാതിരിക്കുന്ന ഓരോ മുഅ്മിനും ഈ വിശുദ്ധ റമളാൻ മുതലാക്കി റഹ്മത്തിൻ്റെ പത്തിൽ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നത് പ്രാക്ടിക്കലായി നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങളിൽ വ്യാപൃതരാവുകയും അതിന് വിഘാതം വിഘ്നം സൃഷ്ടിക്കുന്ന കാര്യങ്ങളിൽ വിട്ടുനിൽക്കുകയും ചെയ്യുക. അള്ളാഹു അവൻ്റെ റഹ്മത്ത് കരഗതമാകുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.